ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. കരിസ്മാറ്റിക് നവീകരണം പരിശുദ്ധാത്മാവിൻ്റെ സമ്മാനമാണ്. അതോടൊപ്പം അത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കൂടിയാണ്. ആരെനിക്കായി പോകും എന്ന് വിലപിച്ച പ്രവാചക നൊമ്പരത്തിന് ദൈവം നൽകിയ മറുപടിയാണ് കത്തോലിക്കാ തിരുസഭയിലെ നവീകരണ മുന്നേറ്റം, കരിസ്മാറ്റിക് നവീകരണം. കരിസ്മാറ്റിക് നവീകരണം സഭയിൽ ആരംഭിച്ച കാലം മുതൽ അതിനെ വ്യക്തതയോടും ദിശാബോധത്തോടും ദൈവാനുഭവത്തോടും കൂടി നയിക്കുവാൻ സഭയുടെ നേതൃത്വം ശ്രദ്ധിച്ചിരുന്നു എന്നത് വളരെ ആശാവഹമായ കാര്യമാണ്. കേരളത്തിൽ 1975 കരിസ്മാറ്റിക് നവീകരണം എത്തിയ നാൾ മുതൽ കരിസ്മാറ്റിക് നവീകരണത്തെ വ്യക്തതയോടെ നയിച്ചതാണ് കേരളത്തിലെ സർവീസ് ടീമായ KST-യുടെ ചെയർമാന്മാരായിരുന്ന വൈദികരുടെ നവീകരണ ദർശനങ്ങളും അവരുടെ ജീവിത അനുഭവങ്ങളും വ്യക്തിപരമായി നമ്മോട് പങ്കുവയ്ക്കുന്ന പ്രോഗ്രാമാണ് മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ തൻ്റെ ജീവിതാനുഭവം നമ്മളോട് പങ്കുവച്ചത് 1991 മുതൽ 95 വരെ വളരെ വ്യക്തതയോടും പ്രാർത്ഥനാനുഭവത്തോടും കൂടി നവീകരണത്തെ കേരളത്തിൽ നയിച്ച ബഹുമാനപ്പെട്ട ജോസ് പാലാട്ടി അച്ഛനാണ്. അച്ഛൻ്റെ കൂടുതൽ ആഴത്തിലുള്ള ദൈവാനുഭവങ്ങൾക്കും കൂടുതൽ ആഴമേറിയ പ്രാർത്ഥനാനുഭവങ്ങൾക്കും നമുക്ക് കാതുകൊടുക്കാം. അച്ഛനോടൊപ്പം അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നമ്മുടെ നാഥന്റെ സവിധത്തിലേക്ക് ചേർക്കുന്ന യുഗാന്ത്യ ശുശ്രൂഷയാണ് സുവിശേഷ പ്രഘോഷണം. ഈ സ്വർഗീയ പദ്ധതിയുടെ കൈവപ്പ് ലഭിച്ചവരാണ് ഓരോ സുവിശേഷ വേലക്കാരനും. ഓരോ കാലഘട്ടങ്ങളിൽ നവീകരണ ജനതയെ തിരുസഭയോട് ചേർത്ത് കരം പിടിച്ചു നയിക്കാൻ ദൈവം നിയോഗിച്ച ജീവിതങ്ങളാണ് ഇവർ. ഇത് 1991 മുതൽ 95 വരെ കേരള കരിസ്മാറ്റിക് മുന്നേറ്റത്തെ പ്രകാശധാരയിൽ നയിച്ച ചെയർമാൻ ഫാദർ ജോസ് പാലാട്ടി CMI. ഹൃദയത്തിൽ കരിസ്മാറ്റിക് എന്ന തീക്കനൽ അഭിഷേകമായി ഏറ്റെടുത്ത വൈദികൻ, ആഗോള സഭയിൽ വീശിയ നവീകരണ കൊടുങ്കാറ്റിനെ സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ പുരോഹിതൻ, ഇന്നും സുവിശേഷത്തിൻ്റെ ധീര പടയാളികൾക്ക് വേണ്ട കരുത്തും ബോധ്യങ്ങളും പകർന്നു നൽകിക്കൊണ്ട് നമുക്ക് മുന്നിൽ തളരാതെ നിലനിൽക്കുന്ന ഈ വൈദികൻ തന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമുക്ക് മുന്നിൽ സ്മരിക്കുന്നു. മോസസ് എന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ, അച്ഛൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാനുഭവം ഇതൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. അത് ഞങ്ങൾക്കേറെ പ്രചോദനകരമായിരുന്നു. ഈ എപ്പിസോഡിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള അച്ഛൻ്റെ ദൈവിക വഴിനടത്തലുകൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ഈശോ വഴിനടത്തലുകൾ ഞങ്ങൾ അച്ഛനിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസ് പാലാട്ടി അച്ഛനെ എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം തീർച്ചയായിട്ടും അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിൽ, അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ധാരാളം വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് അച്ഛനെ കരിസ്മാറ്റിക് നവീകരണം അച്ഛനിൽ വരുത്തിയ ഒരു വ്യതിയാനം? വ്യതിയാനം എന്ന് പറയുമ്പോൾ സംതിങ് അഡീഷണലായിട്ട് എന്ത് കിട്ടിയതാണ് ഞാൻ പറയാം. തീർച്ചയായിട്ടും അതാണ് കുറച്ചുകൂടി കൂടുതലായി കിട്ടി. അതെ. അപ്പോൾ കൂടുതലായിട്ട് കിട്ടിയത് പ്രാർത്ഥിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്നുള്ളതാണ്. അതായത് പ്രാർത്ഥിക്കുന്നു എന്നല്ല, പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമാണെന്ന് തോന്നുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരിയിൽ ഡോഗ്മാറ്റിക് ഫെയ്ത്തിൽ നിന്ന് കുറച്ചുകൂടി പ്രായോഗിക ട്രസ്റ്റിംഗ് ഫെയ്ത്ത്, എക്സ്പെക്റ്റൻറ്റ് ഫെയ്ത്ത്, പ്രതീക്ഷാ നിർഭര വിശ്വാസം, ഇപ്പോൾ ഇവിടെ ഈശോ ഉണ്ട്, ഇത് കർത്താവ് ചെയ്യുന്നു
എന്നൊക്കെ പറയാൻ ഉതകുന്ന മാതിരിയിലുള്ള ഒരു ചേഞ്ച്, അത് നവീകരണത്തിലൂടെ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, എഴുതാൻ പറ്റുന്നുണ്ട്. അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിൽ അച്ഛൻ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കരിസ്മാറ്റിക് നവീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയ ആൾ പാലാട്ടി അച്ഛൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറിക്കപ്പെടണം, രചിക്കപ്പെടണമെന്ന്? പ്രത്യേകിച്ച് ജീവജ്വാല അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട മിനിസ്ട്രി ആയിരുന്നു. അത് ധാരാളം എഴുതിയിട്ടുണ്ട് അച്ഛൻ. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ എഴുതണമെന്ന് അച്ഛന് പ്രചോദനം ഉണ്ടാകാനുള്ള ഒരു കാരണം? ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, മാനുഷികത നോക്കുമ്പോൾ ഒരേ സമയം മനുഷ്യൻ ഭൗതികനാണ്, ഈ ലോകത്തിൻ്റെതാണ്, അതേസമയം അവൻ ദൈവികനാണ്. അപ്പോൾ ഈശോയിൽ പറയുന്ന മാതിരി തന്നെ മാനുഷികതയും ദൈവികതയും ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ മാനുഷികമായ രീതിയിൽ ഹൃദയം അതിൻ്റെ തരംഗങ്ങൾക്കനുസരിച്ച് മാത്രം പോയാൽ ഒരു പക്ഷേ വികാരജീവിയായി പോകും. നേരെ മറിച്ച് അവൻ ബൗദ്ധികനും കൂടിയാണ്. അപ്പോൾ ഈ വൈകാരിക ഇതുങ്ങളെ ചെക്ക് ചെയ്ത മാതിരിയിലോ അതിനെ ഒന്ന് നിയന്ത്രിക്കുന്ന മാതിരിയിലുള്ള ഒരു ബൗദ്ധിക തലമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പ്രേമിറ്റ് പങ്കെടുത്തപ്പോൾ വായിച്ച ലഘുലേഖകൾ, പിന്നെ വാങ്ങിച്ച പുസ്തകങ്ങൾ, വായിച്ച കാര്യങ്ങളൊക്കെ ഇതിനൊരു ബൗദ്ധിക തലമുണ്ട്. ഇത് രണ്ടുമായിട്ട് ഹൃദയത്തിൻ്റെയും ബുദ്ധിയുടെ തലങ്ങൾ ന്യായമായ രീതിയിലും ബാലൻസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യണം. അതായത് കരിസ്മാറ്റിക് നവീകരണത്തിൽ വൈകാരിക അനുഭവങ്ങൾ മാത്രം പോരാ, ബൗദ്ധിക അനുഭവങ്ങളും ഉണ്ടാവണം. അതെ. ഒരു പക്ഷേ 1993 ദേശാന്തര തലത്തിൽ കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെ ആഭിമുഖ്യത്തിൽ അസീസിയിൽ, ഇറ്റലിയിൽ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ലീഡേഴ്സിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ പരിശുദ്ധപിതാവിൻ്റെ സെക്രട്ടറിയോ അതിൽ ഒത്തിക്കാൽ ഔദ്യോഗികത വഹിച്ച ഒരു വ്യക്തിയാണ്, ഞാൻ പേര് മറന്നുപോയി. അദ്ദേഹം ആ ഇടയ്ക്ക് മാർപ്പാപ്പ ഇറക്കിയ വിശ്വാസവും യുക്തിയും എന്ന പുസ്തകം ഇറങ്ങി. അതിൻ്റെ സബ്സ്റ്റൻസ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. അപ്പം നാട്ടിൽ ചിലർക്ക് എന്നോട് പറഞ്ഞേ, ഇത് നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്, കാരണം നവീകരണക്കാർ വിശ്വാസം മാത്രമേ ഉള്ളൂ. അതെ, പ്രൈസ് മറിച്ചു. അപ്പോൾ ഹൃദയത്തിൻ്റെ തലത്ത് അങ്ങനെ പോകുന്നതിൽ തെറ്റിട്ട് അതുകൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാവും. ഏറെക്കുറെ ശരിയാണെന്ന് എനിക്ക് തോന്നി. ആ സെമിനാർ പങ്കെടുത്തപ്പോൾ അതേ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് വിശദീകരിച്ച് നൽകി. പിന്നെ അത് ന്യായമായ കാര്യമല്ലേ അത്. ഹൃദയത്തിൻ്റെ തലത്തെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഫീലിങ്സാണ്. അപ്പോൾ ഇന്നർ ഹീലിംഗ് വാസ്തവം പറഞ്ഞാൽ ഹൃദയതലത്തിലാണ്. പക്ഷേ അത് കഴിഞ്ഞ് നിലനിൽപ്പ് ഒരാൾ വരെ ബൗദ്ധിക രീതിയിലാകണം. റീസൺ പ്രവർത്തിക്കണം. ഫെയ്ത്ത് റീസണ് വിരുദ്ധമല്ല, ഫെയ്ത്താണ് ഉന്നതമായിട്ട് നിൽക്കുക, അതിന് വിധേയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ബ്ലെൻഡിങ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ അച്ഛാ ഇതൊരു വൈകാരിക അനുഭവം മാത്രമേ കരിസ്മാറ്റിക്കുകാർക്കുള്ളൂ, അല്ലെങ്കിൽ കരിസ്മാറ്റിക് നവീകരണത്തിലുള്ളൂ എന്നും പറഞ്ഞ് ഒത്തിരി ആരോപണം ഉണ്ടായിട്ടുണ്ട്. കാരണം നിലവിട്ട് ഇമോഷണലാകുക, എന്നിട്ട് ഒരു പക്ഷേ അത് ചില വൈകാരിക രോഗങ്ങൾക്കിടയാക്കിയ സംഭവങ്ങളും ഉണ്ട്. മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്ന കേസുകളുണ്ട്. അത് ചില ധ്യാന പ്രസംഗർ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മറ്റുള്ള അനുകരിക്കലുണ്ട്. ഈ നോൺ കാത്തലിക് ഡിനോമിനേഷനിൽ കൂടുതൽ വൈകാരികതയുണ്ട്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ പലയിടത്ത്. നമ്മളത് വേറെ മോഡലില്ലാത്തതുകൊണ്ട് എന്തോ അനുകരിക്കാൻ തോന്നിയിട്ടുണ്ട്. അനുകരിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പറഞ്ഞ പന്തികേട് വന്നിട്ടുള്ളത്. ബാലൻസ് നഷ്ടപ്പെടുക. പ്രത്യേകം ഞാൻ ഓർക്കുന്നുണ്ട്, 84 റോമിൽ നടന്ന വേൾഡ് വൈഡ് റിട്രീറ്റ്, വിശ്വവ്യാപക വൈദിക സമ്മേളനമാണ്. 7000ഓളം പേര് പങ്കെടുത്തവർക്ക് എൻ്റെ ഓർമ്മ. കേരളത്തിൽ നിന്ന് 10-15 പേരുണ്ടായിരുന്നു. ഇന്ത്യയിൽ മൊത്തം 72 പേരൊക്കെ. ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് കുറേ നിരീക്ഷകരെ ക്ഷണിച്ചിരുന്നു, വേൾഡ് ഫേമസ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അതിൽ ഒരു മനുഷ്യൻ അമേരിക്കയിൽ, അദ്ദേഹം ഡ്യൂപ്ലേസിസ് ആണ് പേര്. അദ്ദേഹത്തിനൊരു നിക്ക് നെയിം ഉള്ളത് മിസ്റ്റർ പെൻഡക്കോസ്റ്റ് എന്നാണ്. അതിമാത്രം പ്രസിദ്ധനും പ്രസംഗനാണ്, പ്രൊട്ടസ്റ്റുകാരനാണ്. അദ്ദേഹത്തെയും ഈ നിരീക്ഷകരെ കൂടി ക്ഷണിച്ചിരുന്നു നമ്മൾ. അദ്ദേഹം ആദ്യം ഒന്നും എല്ലാത്തിനും പങ്കെടുത്തു. അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു നിരൂപണം പറഞ്ഞത്, കാത്തലിക് ചർച്ച് എനിക്കറിയാം, നമ്മൾ ബ്രദേഴ്സാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു, കാത്തലിക്സ് പ്രോട്ടസ്റ്റന്റ് ഡിനോമിനേഷനൊക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾ വർഷിപ്പ് ഉണ്ടായിരുന്നു, ആരാധന, അഡോറേഷൻ 1 hour അതിൽ അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ നിശബ്ദത,
പ്രാർത്ഥനാനുഭവം ദിവാകരനെ കേന്ദ്രീകൃത ആരാധന. ദിവ്യബലി അദ്ദേഹം പങ്കെടുത്തു. അത് പാട്ടും എല്ലാം ഉണ്ടായിരുന്നതാണ്. അതും അദ്ദേഹത്തെ വളരെ സ്മരിച്ചു. അദ്ദേഹം പറയും, ഇത് ഞങ്ങൾക്ക് അന്യമാണ്, ഞങ്ങളുടെ നവീകരണ വൃത്തങ്ങളിലും ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് ഡ്യൂപ്ലേസിസ് മിസ്റ്റർ പെന്തക്കോസ്റ്റ് പറയാൻ ഓർക്കുന്നുണ്ട്. ഞാനത് ആ ഇടയ്ക്ക് വന്നപ്പോൾ സത്യവിധ പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അതായത് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇങ്ങനെ നിലവിട്ട് വൈകാരിക തലത്ത് ഇരുന്നാൽ ശരിയാകില്ല. ഈവൻ കുർബാന എഴുതിച്ചു വെച്ചിട്ട് ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉറഞ്ഞു തുള്ളുക, എനിക്ക് ഇഷ്ടമുള്ള വാക്കല്ല അത് ഉപയോഗിക്കുക, അങ്ങനെ പോലും സംഭവിക്കുന്നുണ്ട്. ചില സ്ത്രീകൾ മുടി അഴിച്ചിട്ട് തുള്ളുന്ന മാരിൽ അഴിഞ്ഞു പോകുന്നത് അവരറിയുന്നില്ല. അങ്ങനെ അബോധാവസ്ഥയിൽ ആരാധന നടത്താൻ ശരിയാവോ? അപ്പോൾ അതൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരിസ്മാറ്റിക് നവീകരണത്തിൽ ഈ ഹൃദയപരമായ അല്ലെങ്കിൽ വൈകാരികമായ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം ബൗദ്ധിക തലത്തിന് വളരെ ബോധ്യാധിഷ്ഠിതമാണ്. അതാണ് KSTയും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ ദൗത്യം ഒരുപാട് അതാണ് കേട്ടോ, നമ്മൾ ബോധ്യാധിഷ്ഠിതമാക്കുക, ഹൃദയാനുഭവപരമാക്കുക. പക്ഷേ അച്ഛൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കരിസ്മാറ്റിക് നവീകരണം ഈ രണ്ട് മേഖലകളിലും, അതായത് ഹൃദയപരമായ വികാരങ്ങൾക്ക് പ്രാധാന്യമുള്ള അനുഭവത്തിലും ഒപ്പം ബോധ്യതലങ്ങൾക്ക് പ്രാധാന്യമുള്ള അനുഭവത്തിലും കരിസ്മാറ്റിക് നവീകരണം വളർന്നു എന്ന് ഇപ്പോൾ കേരളത്തിൽ 40 കൊല്ലമായല്ലോ. അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 40 കൊല്ലത്തെ വളർച്ച ഇത് രണ്ട് തലത്തിലും ഒരുപോലെ വളർന്നു എന്ന് അച്ഛൻ നോക്കിക്കാണുന്നുണ്ടോ? ഒരുപോലെ വളരുന്നില്ലെന്നാണ് തോന്നുന്നു. അല്പം സങ്കടത്തോട് ഞാൻ പറയുന്നത്. വളരണം എന്നാണ്. അപ്പോൾ നേതൃത്വതലം കൊണ്ട് ശ്രദ്ധിക്കണം. അതും കൂടെ വളർന്നില്ല എന്ന് അച്ഛൻ പറയാനുള്ള ഒരു ഏതെങ്കിലും കാരണങ്ങൾ? വൈകാരികത കൂടുന്നതുകൊണ്ടാണ്. ഒരിടത്ത് ഇങ്ങനെ ആരാധന നടത്തുന്ന സമയത്ത് ദിവാലി എഴുതി വെച്ച് നടന്നിട്ട് ഞാൻ പിതാവിനോട് എഴുതി പറഞ്ഞു, പിതാവോടെ നിർദ്ദേശം കൊടുത്തു, 1.5 മണിക്കൂർ കൂടുതൽ കുർബാന ആകരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച് മരിച്ചാണ്. ഏതോ പരിപാടിക്ക് എത്തപ്പോഴാണ് ഇങ്ങനെ മുടി അഴിച്ചിട്ട് ദിവാരണത്തിന് മുമ്പാണ് എനിക്ക് സങ്കടം തോന്നിയത്. അത് ഇപ്പോൾ തുടർന്നില്ലായിരിക്കും, വ്യത്യാസം ഉണ്ടാകുന്നുണ്ടാവും. ഇപ്പം ഞാൻ പണ്ടത്തേതുപോലെ കൂടുതൽ സഞ്ചരിക്കാറില്ല, യാത്ര ചെയ്യാറില്ല, ധ്യാന മന്ദിരങ്ങളിൽ പോകാറില്ല. എങ്കിലും ആര് തന്നെയായിരുന്നാലും ശ്രദ്ധിക്കുക, ആവശ്യമാണിത്. അത്രേ ഉള്ളൂ. വെറും വികാരപരം മാത്രമാകാതെ പോകും, വീഴ്ചയുണ്ടാകും. വെറും വികാരപ്രകടനങ്ങളാകാതെ നവീകരണം ഒരു അനുഭവമാകണമെന്ന് ഈ പുരോഹിതൻ നമുക്ക് പറഞ്ഞു തരുന്നു. വികാരങ്ങൾക്ക് സ്ഥായിയായ നിലനിൽപ്പില്ല. എന്നാൽ ഹൃദയത്തിലുള്ള അനുഭവത്തിനെ അതിന് കഴിയൂ. ക്രിസ്തുവിനോട് കൂടെ നടക്കുവാൻ വിശുദ്ധിയുള്ള ജീവിത രീതിയല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് തിരിച്ചറിയുക. പരിശുദ്ധാത്മാവ് ഓരോ മനുഷ്യനെയും തക്ക സമയത്ത് എടുത്ത് അഭിഷേകം ചെയ്ത് ഉയർത്തുക തന്നെ ചെയ്യും. അച്ഛാ, ഇപ്പം കരിസ്മാറ്റിക് നവീകരണം ദേശാന്തര തലത്തിൽ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. 50 കൊല്ലമാകുന്നു. 2017 50-ാം കൊല്ലമാണ്. കേരളത്തിൽ 40 കൊല്ലമായി. ഈ കേരള സഭയ്ക്ക് നവീകരണത്തിന് ഉതകുന്ന വണ്ണം കരിസ്മാറ്റിക് നവീകരണം ഇനിയും വളരാൻ ഏതൊക്കെ മേഖല കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് അച്ഛൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം? ഒന്നാമത്തേത്, നമുക്ക് നവീകരണത്തിൻ്റെ ഊഷ്മള കാറ്റ് വീശിയ സംഭവം 2ാം വത്തിക്കാൻ കൗൺസിലാണ്. ആ കൗൺസിൽ വിഭാവനം ചെയ്തതനുസരിച്ച് 2 പദങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ഗോ ബാക്ക് ടു ഒറിജിനൽ സോഴ്സ് എന്നുള്ളത് ജനറൽ വാക്കാണ്. അത് 2 പ്രകാരത്തെന്ന് പറഞ്ഞാൽ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകുക. അത് നവീകരണവും അഡാപ്റ്റേഷൻ അനുരൂപണമാണ്. അപ്പോൾ നവീകരണമാണ് ഉറവിടങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ അപ്പസ്തോല പ്രവൃത്തി പറയുന്നതാണ്, അച്ചിട്ട രീതി പറയുന്നു. അവർ പ്രാർത്ഥനയുണ്ടായിരുന്നു, പ്രബോധനമുണ്ടായിരുന്നു, കൂട്ടായ്മ ഉണ്ടായിരുന്നു, അപ്പം മുറിക്കലുണ്ടായിരുന്നു. അപ്പോൾ 4 പ്രധാന ഘടകങ്ങളാണ് സഭയുടെ ആത്മീയതയുടെ ആകത്തുകയിലാണ്. എന്നിട്ട് ഓരോ ദേശത്തെ അനുസരിച്ച് കാലാനുസൃതമായ രീതിയിൽ അനുരൂപപ്പെടണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇനി 50 വർഷത്തെ ആഘോഷത്തോടു കൂടി ഒരു തരം ഇരുത്തം വന്നിട്ടുണ്ട്. ഭൗതിക രീതിയിൽ പറഞ്ഞ വളർച്ച. പക്ഷേ വളർച്ചയുടെ പരിണാമത്തിൽ സംഭവിക്കേണ്ടത് ഇനി കൊയിനോനിയ ആദിമസഭയിലെ കൂട്ടായ്മയുടെ ഒരു ഘടകമാണ്. ഇനി ദിയക്കോനിയ ശ്രദ്ധിക്കേണ്ട കാലമാണ്. എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തെക്കുറിച്ച് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യല്ല, അതുപോലെ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ലോകം അവസാനിക്കും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നവീകരണാനുഭവത്തിൻ്റെ
ഒരു പര്യവസാനം എന്ന രീതിയിൽ പരിണത ഫലം ഉണ്ടാകണം. പരിണത ഫലം ഇഫക്ട്സാണ്. അതായത് നമ്മൾ വരങ്ങളെക്കുറിച്ച് പറയുന്നു ഗിഫ്റ്റ്സ് ഓഫ് ദി സ്പിരിറ്റ്, ഫലങ്ങളെക്കുറിച്ച് പറയുന്നു ഫ്രൂട്ട്സ് ഓഫ് ദി സ്പിരിറ്റ്. മറ്റൊരു ഘടകമാണ് പരിണത ഫലം, ഇഫക്ട്സ് ഓഫ് ദി സ്പിരിറ്റ്. അത് ഞാൻ വിഭാവനം ചെയ്തതനുസരിച്ച് ജീവകാരുണ്യപരമായ പ്രവൃത്തികളാണ്. എന്ന് പറഞ്ഞാൽ കൊയിനോനിയ കഴിഞ്ഞാൽ കൊയിനോയുടെ ഭാഗമായിട്ട് ദിയക്കോരിയ എന്താണ് ഈ ജീവകാരുണ്യം. ജീവകാരുണ്യം സേവനമാണ്, ശുശ്രൂഷയാണ്. ബൈബിൾ ഉപയോഗിക്കുന്നത് ശുശ്രൂഷയാണ്, മിനിസ്ട്രിയാണ്. അപ്പോൾ വരും കാലത്ത് കർത്താവ് പൊതുവിധിക്ക് വേണ്ടി വരുമ്പോൾ, അത് പൊതുവിധിയാകാം തനതുവിധിയാകാം, വരുമ്പോൾ നീ എന്ത് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്തു ചോദിക്കുമ്പോൾ ഞാൻ കർത്താവിനെ പറയാം, പിതാവിനാൽ അനാദി മുതൽ ഒരുക്കിയ നിത്യസ്വഭാവത്തിൽ ആനീതരാവുക, വെൽക്കം ചെയ്ത് സ്വീകരിക്കുകയാണ്. അപ്പോൾ അത് ന്യായം വേണ്ടേ? അപ്പോൾ കർത്താവ് യുക്തിപൂർവ്വം പറയുകയാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ ശുശ്രൂഷിച്ചു, ദാഹാർത്തലായിരുന്നു, കുടിക്കാൻ തന്നു, വിശന്നു, ഭക്ഷണം കഴിച്ചു, നഗ്നനായിരുന്നു, വസ്ത്രം തന്നു, പരദേശിയായിരുന്നു, സ്വീകരിച്ചു, വിലങ്ങെടുത്തിലായിരുന്നു, കട സന്ദർശിച്ചു. ഇങ്ങനെ പഴയ ഭാഷയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? മനോഗുണ പ്രവൃത്തികളാണ്. അതെ അതെ. പുതിയ പരിഭാഷ ഉപയോഗിച്ച ജീവകാരുണ്യപരമായ പ്രവൃത്തികളാണ്. പക്ഷേ ഇത് പറയുമ്പോൾ കരിസ്മാറ്റിക് നവീകരണം സഭയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായതിന് ശേഷം അത്തരത്തിൽ വ്യക്തിപരമായ ഒരു ജീവകാരുണ്യ ദൈവസ്നേഹം പോലെ മനുഷ്യസ്നേഹവും എന്ന രീതിയിൽ ധാരാളം അങ്ങനത്തെ ഒരു മേഖല വികസിച്ചില്ലേ? വികസിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിൽക്കാൻ മേല. ഇപ്പം നമ്മൾ ഈ ഇതുപോലെ ജീവകാരുണ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യത്തെ പ്രകടമായ ഉദാഹരണം പി യു തോമസ് സാറിൻ്റെയാണ്. പി യു തോമസ് നവജീവനാണ്. അതുപോലെ ഒട്ടനവധിയുണ്ട്. ഇന്നാളെ ഞാൻ പെട്ടെന്നൊന്ന് ഓർത്ത് ചിലരെ വിളിച്ച് നോക്കിയപ്പോൾ 100-ലേറെ വലിയ ഘടകങ്ങളുണ്ട്. ഹൈന്ദവ സഹോദരന്മാർ നടത്തുന്നുണ്ട്, അകത്തോലിക്ക സഹോദരന്മാർ നടത്തുന്നുണ്ട്. അവർക്കെല്ലാം ഉറവിടം അല്ലെങ്കിൽ അതിന് പ്രചോദനം കിട്ടിയത് നോ ഡൗട്ട്, അത് സംശയമില്ല. അപ്പോൾ അത് അവരായത്തിലെത്തിയെന്നാണ് പറയുന്നത്. എല്ലാവരും എത്ര ഒന്നാണ് ഞാൻ പറയുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ ഇതിന്നൊരു ചുരുക്കം ചില സ്ഥലങ്ങളിൽ അല്ലെ ചില വ്യക്തികൾ നടത്തുന്ന ഒരു കാര്യമാണ് അത്. പക്ഷേ എല്ലാവരുടെയും ഒരു പൊതു സ്വഭാവമായിട്ട് ഇത് മാറണം. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പരിണിത ഫലം. ഇപ്പോഴത്തെ മാർപ്പാപ്പ അതിൻ്റെ വലിയൊരു വക്താവാണ്. അദ്ദേഹം ഈ തലങ്ങളൊക്കെ കണ്ടറിഞ്ഞ ആളാണ്. പടുദാരിദ്ര്യം കഴിഞ്ഞ ആളാണ്. അത് കഴിഞ്ഞ് അന്യനാട്ടിൽ കുടിയേറി നമ്മൾ പണ്ട് മറ്റു നാടുകളിൽ കുടിയേറുന്ന മാതിരിലേക്കാണ്. അവിടെ ചെന്നു, അവിടുത്തെ തിക്താരിമകൾ കണ്ടു. പ്രത്യേകിച്ച് തിയോളജി ലിബറേഷൻ്റെ കാലം 70-കൾ അത് നിലവിട്ടു പോകുന്നു എന്നും ഒരു മാർക്സിയൻ തിയറി പോലെയൊക്കെ ആകുന്ന ഘട്ടം നിൽക്കട്ടെ. പന്തികൾ അദ്ദേഹം പ്രൊഫഷണലായിരുന്നപ്പോൾ അദ്ദേഹം കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അന്നത് കഴിഞ്ഞ് വത്തിക്കാനിൽ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ വത്തിക്കാനിലെ ഔദ്യോഗിക പത്രം ജെസ്യൂട്ടുകാർ നടത്തുന്നതാണ്. അതിൽ എഡിറ്ററുമായിട്ട് സംഭാഷണം നടത്തിയപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ നവീകരണത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പോകുമായിരുന്നു, പ്രയർ മീറ്റോ പോകുമായിരുന്നു, പക്ഷെ വേണ്ടിയിടത്തോളായില്ല അവരത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും ജൂബിലി ഓർമ്മ വന്നുകൊണ്ടാണോ നേരിട്ട് പല അനുഭവങ്ങളുള്ളത് കൊണ്ടാണോ അദ്ദേഹം അഭിപ്രായം മാറ്റിയെന്ന് പറഞ്ഞു. ഐ ആം കൺവേർട്ടഡ് പിതാവ് ഉപയോഗിച്ചതാണ്. എനിക്ക് മാനസാന്തരം ഉണ്ടായിരിക്കുള്ളൂ, ധാരണയിലുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ കാലം മാറുന്നു, ഗതി വ്യത്യസ്തമാകുന്നു, ആത്മാവ് നേരായ വഴിക്ക് നയിക്കും നമ്മൾ മനസ്സിലാക്കുന്നു. ആത്മാവ് എപ്പോഴും നേരായ വഴി നയിക്കും, പക്ഷെ നമ്മളത് മനസ്സിലാക്കിയാലേ നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റുള്ളൂ. മൂവി ഓഫ് ദി സ്പിരിറ്റ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം. കാരണം കരിസ്മാറ്റിക് നവീകരണം ഒരു പ്രസ്ഥാനമല്ല, മൂവ്മെൻറ്റാണ്. മൂവിങ് ഓഫ് ദി സ്പിരിറ്റാണ്, മുന്നേറ്റമാണ്. മുന്നേറി എത്തേണ്ടത് അവിടെയാണ്. അവൻ ഈ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പരിണിത ഫലം എന്നോണം ഈ ജീവകാരുണ്യ മനോഭാവം എല്ലാവരിലും എത്തണം. ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇത് വളരാൻ നമ്മൾ എന്ത് ചെയ്യണം? കരിസ്മാറ്റിക് നവീകരണം ഇപ്പം കരിസ്മാറ്റിക് നവീകരണം വളരുന്നത് ധ്യാന കേന്ദ്രങ്ങളിലൂടെയാണ്, പ്രയർ ഗ്രൂപ്പുകളിലൂടെയാണ്. എന്ത് ചെയ്യണം ഈ കരിസ്മാറ്റിക് നവീകരണം ഈ ഒരു മനോഭാവത്തിൽ വളരാൻ? മനുഷ്യരെ ബോധവൽക്കരിക്കുക എന്നുള്ള പ്രധാന കാര്യമാണ്. ടീച്ചിങ് കൊടുക്കുമ്പോൾ ധ്യാനത്തിലായിരുന്നാലും വീടുകളിൽ നമ്മുടെ പിള്ളേർക്ക് പരിശീലനങ്ങളുണ്ട്. അപ്പോൾ ക്രിസ്ത്യനുണ്ട്, അല്പം മൂത്തത് ജീസസ് യൂത്തുണ്ട്. ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഒരുപക്ഷെ പറഞ്ഞാൽ പ്രായത്തിനൊത്ത വിധത്തിലുണ്ട്. എല്ലാ തലങ്ങളിലും എല്ലാ ഘടകങ്ങളും എല്ലാ വ്യക്തികൾക്കും ഈ അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ച എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് പ്രാക്ടിക്കൽ അച്ഛൻ്റെ ഈ ഒരു മേഖലയിലുള്ള ഏതെങ്കിലും ഒരു അനുഭവം ഒരു ജീവകാരുണ്യ തലത്തിൽ
ഈ ഉള്ള ഏതെങ്കിലും അനുഭവം അച്ഛൻ്റെ മനസ്സിൽ ഉണ്ടോ? എനിക്കിപ്പോൾ നേരിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ തോതിൽ ഞാൻ ഞങ്ങളുടെ സഭയുടെ അല്ലെങ്കിൽ പ്രോവിൻസിൻ്റെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുന്ന വാക്ക് അങ്ങനെ തന്നെയാണ്, സോഷ്യൽ വർക്ക് എന്ന സഹൃദയയുടെ പേരിൽ. അതിൻ്റെ ചാർജ് ഒരു ഹൗസിലായിരുന്നപ്പോൾ പാവപ്പെട്ടവരെ ചെയ്യാനായിട്ട് കുറേ ശ്രമം നടത്തിയിട്ടുണ്ട്. വീട് പണി കാര്യത്തിൽ രോഗികൾക്ക് ഇപ്പോഴും ചെറിയ തോതിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന മേഖല പരിമിതമാണ്. പക്ഷേ എനിക്കൊരു പ്രചോദകരായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത് ഇങ്ങനെ പറച്ചിലൂടെയാണ്, എഴുത്തിലൂടെയാണ് പറ്റുന്നത്. കാരണം ഏറ്റവും പുതിയ പുസ്തകം ദിവ്യകാരുണ്യവും ജീവകാരുണ്യവും എന്നുള്ളതാണ്. അച്ഛൻ്റെ പുസ്തകം ലേറ്റസ്റ്റ് ഈ ചാവർപിതാവിൻ്റെ നാമകരണത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പുസ്തകം. അതിനകത്ത് അടിസ്ഥാനപരമായ ചില പഠനങ്ങൾ സഭയുടെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുണ്ട്. അതിൽ നിന്ന് ഉയരെടുക്കുന്ന മൂവ്മെൻ്റാണ് ഈ പറയാ ജീവകാരുണ്യം. അങ്ങനെ ഞാൻ ആ തിയറി അവതരിപ്പിക്കുന്ന ആ പുസ്തകം. ദിവ്യകാരുണ്യവും ജീവകാരുണ്യവും പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണവും ഈ ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമാവണം. തീർച്ചയായിട്ടും അച്ഛനൊരു പുരോഹിതൻ എന്നതുകൊണ്ട് അച്ഛൻ്റെ ജീവിതം ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. അച്ഛൻ അർപ്പിക്കുന്ന ബലിയുടെ ജീവിതമാണ് അച്ഛൻ്റെ ജീവിതം. അച്ഛനെ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛനെ ഈ ബലിയുടെ ജീവിതത്തിൽ അച്ഛനെ ദിവ്യകാരുണ്യം എത്രത്തോളം, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അച്ഛനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? പരിശുദ്ധ കുർബാന ബലി അർപ്പണം എനിക്ക് വളരെയേറെ താല്പര്യമുള്ള കാര്യമാണ്. ചാൻസ് കിട്ടിയ വഴി മാറാറില്ല. അപ്പം ഞങ്ങൾക്കൊക്കെ ആകുമ്പോൾ കമ്മ്യൂണിറ്റി അനുസരിച്ച് ചില ആഴ്ചകൾ എടുത്തു. മറ്റാരെങ്കിലും ഫ്രീ അല്ലാത്ത അവസരം കിട്ടിയാൽ ഞങ്ങൾ കുർബാന ചെല്ലുന്നത്. അതേ സമയത്ത് അങ്ങനെ പൊതുവായിട്ട് ചൊല്ലാ അവസരത്തിലേക്ക് തനിച്ച് ചെല്ലണം. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് മുഷിലായിട്ട് തോന്നി. അപ്പോൾ ഒരു തരം യാന്ത്രികത വരും, ചൊല്ലി തീർക്കാനുള്ള വ്യഗ്രത വരും. അപ്പോൾ എന്നെ തന്നെ ഒരു പക്ഷേ തെറ്റിലേക്കോ ഭക്തിയുടെ കുറവിലേക്കോ നയിക്കാൻ. അതുകൊണ്ട് ഞാൻ നിവൃത്തിയുള്ളിടത്തോളം വിത്ത് ദി പീപ്പിൾ, ദൈവജനത്തോടു കൂടി ആ ദൈവത്തോടുകൂടി പരമാവധി സ്വരത്തിലും സ്പഷ്ടമായിട്ട് ചൊല്ലുന്നു. അതിലെൻ്റെ ഭാഗഭാഗത്തെക്കുറിച്ച് സജീവമാകാൻ നോക്കുന്നു, ജനങ്ങളെ അതനുസരിച്ച് ഒരുക്കുന്നു. ഒരു ധ്യാനത്തിൻ്റെ കോണ്ടെക്സ്റ്റാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സൗകര്യമുണ്ട്. സാധാരണ ഇതിൽ പറ്റുന്നില്ല. കാരണം ജനങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം, അവർ കഴിയുന്നിടത്തോളം നേരത്തെ കുർബാന കഴിഞ്ഞാൽ മതി. സാധാരണഗതിയിൽ ഇപ്പോൾ 3/4 മണിക്കൂറെങ്കിലും സാധാരണ കുർബാന ചെല്ലണമെന്നാണ് ഞാൻ നിർബന്ധിക്കുന്നത്. 1 മണിക്കൂറോ 1 മണിക്കൂർ 5 മിനിറ്റ് കൂടിയാൽ സൺഡേ മാസം അപ്പോൾ ഹോമിലി നമുക്ക് വരണമെന്നാണ്. എല്ലാ കുർബാനയ്ക്കും ഞാൻ 2-3 മിനിറ്റ് ഹോമിലി പറയും. അപ്പോൾ സുവിശേഷം തലേദിവസം വായിക്കും, കാലത്ത് വായിക്കും, കുർബാനയിൽ വായിക്കുന്നു. അപ്പോൾ അതൊരു സജീവമാണ്. കാരണം വത്തിക്കാൻ്റെ പോളിസി പറഞ്ഞാൽ കാർമികനെ കൂടാതെ ഒരാളെങ്കിലും കുർബാന പങ്കെടുക്കാനുണ്ടെങ്കിൽ വി നീഡ് ടു ബ്രേക്ക് ദി വേർഡ് എന്ന് പറയുന്നത്, വചനം പകുത്ത് കൊടുക്കണമെന്ന്, ഷെയർ ചെയ്യണമെന്നാണ്. ആ പോളിസി ഞാൻ പരമാവധി. അതെ, ജീവകാരുണ്യമായി നാം മാറ്റപ്പെടണം. വചനം ഹൃദയത്തിൽ എരിയുമ്പോൾ അത് ക്രൂശിതനോടുള്ള സ്നേഹമായി മാറ്റപ്പെടുന്നു. ആ സ്നേഹം അനേകർക്ക് നൽകാൻ നാം മുന്നിട്ടിറങ്ങുന്നു. ക്രൂശിതനെ ശുശ്രൂഷിക്കുന്ന അതേ മഹത്വത്തോടെയും ഗൗരവത്തോടെയും നാം ഇതിനായി സമർപ്പിക്കപ്പെടണം. ഇനിയുള്ള കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യത്തിൽ നിന്നും നാം ജീവകാരുണ്യത്തിലേക്ക് നടന്നെടുക്കുക. ഇന്ന് ചിലപ്പോഴെങ്കിലും കരിസ്മാറ്റിക് നവീകരണം ഇന്ന് വിമർശിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു ബാലൻസ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും പക്വമല്ല. കരിസ്മാറ്റിക് നവീകരണത്തിൽ പലതും പക്വമല്ല എന്നുള്ളൊരു പരാതി പല സ്ഥലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മെത്രാന്മാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കരിസ്മാറ്റിക് നവീകരണത്തിലെ പലതും പക്വമല്ല. അച്ഛൻ ആ ഒരു ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിനോട് അച്ഛൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അങ്ങനെ എല്ലാവരും പറയാൻ തോന്നുന്നില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. എങ്കിലും ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞ മാതിരിയിൽ നൗ ഐ ആം കൺവേർട്ടഡ്, എനിക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ കൂട്ടായ്മയിലൂടെ, അടുത്ത പരിചയത്തിലൂടെ, കോണ്ടാക്ട്സിലൂടെയൊക്കെ ഇത് മാറുകയുള്ളൂ. കാരണം കുരുമുളക് കടിച്ചവരിലെ കുരുമുളക് എരിവ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു അനുഭവപരത ഉണ്ട്. അതിൻ്റെ ഓവറാകുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത്. അനുഭവപരത ഒരു പ്രധാന ഘടകം. ദൈവത്തെ പറ്റി പഠിക്കുന്നതിനേക്കാൾ ദൈവത്തെ പഠിക്കുക, യേശുവിനെ പറ്റി പറയുന്നതിനേക്കാൾ യേശുവിനെ അറിയുക, അത് പേഴ്സണായിട്ട് അറിയുക, അനുഭവപരമായിട്ടും അറിയുക. അത് മാനസാന്തരം നയിക്കും, അത് ബോധ്യത്തിലേക്ക് നയിക്കും,
അപ്പോഴേ സാക്ഷ്യം പറയാം. അപ്പോൾ യോഹന്നാൻ പറഞ്ഞത് എത്ര കൃത്യമാണ്. ഞങ്ങൾ കണ്ടതാണ്, കൈ കൊണ്ട് സ്പർശിച്ചതാണ്, കാതുകൊണ്ട് കേട്ടതാണ്, ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. കൊച്ചു പിള്ളേരിലേക്ക് പറയാം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതെന്ന് പറഞ്ഞാൽ വേറെ വല്ലവരും കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? അപ്പോൾ അത്രമാത്രം ബോധ്യം വരുമ്പോഴാണ് അവരങ്ങനെ ഇൻറ്റൻസീവായിട്ട് പേഴ്സണലായിട്ട് പറയുന്നത്. യോഹന്നാൻ്റെ ആ പഠനമാണ് ഏറ്റവും പ്രധാനമായത്. നമുക്കതിന് അനുഭവപരത വേണം, ബോധ്യം വേണം. അതുകൊണ്ട് ക്രിസ്തുഭക്തി, ഈശോഭക്തി എന്ന് പറയുന്നത് ഈ രീതിയിലൂടെ വളരാറുണ്ട്. അപ്പോൾ ഏതായാലും വെച്ചാൽ ഈ ജൂബിലി നാളുകളിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം വളരെ പക്വതയോടെ എല്ലാ അർത്ഥത്തിലും, പ്രാർത്ഥനയുടെ കാര്യത്തിലും കൂട്ടായ്മയുടെ കാര്യത്തിലും അതുപോലെ വിശുദ്ധിയുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ നൈർമല്യത്തിലുമൊക്കെ തീർച്ചയായിട്ടും ഒരു തിരിച്ചുപോക്ക് തന്നെ നടത്തണം. തീർച്ചയായിട്ടും അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ ഒരു നൈർമല്യം, അവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ ഒരു വചനത്തോടുള്ള ദാഹം, ഇതൊക്കെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടിട്ടും ഉണ്ടെന്ന് ഇന്ന് ധാരാളം പേര് പരാതിപ്പെടുന്നുണ്ട്. അച്ഛൻ എന്ത് തോന്നുന്നു? ഇതിൻ്റെ ഒരു ഒരു നൈർമല്യവും അല്ലെങ്കിൽ ഒരു വചനദാഹവും അതുപോലെ ഈ സുവിശേഷ പ്രഘോഷണ ദാഹവും ഒക്കെ വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് അങ്ങനെ തോന്നുന്നുണ്ട്? നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നില്ല. അതിൻ്റെ വേവലത്തിൽ കുറേ എന്താണ്, അതിൻ്റെ ആയുധി, എൻ്റെ തീഷ്ണതയിൽ തീഷ്ണതയിൽ കുറവ് വരുന്നു. പക്ഷെ വേറെ എവിടെയും കൂടുന്നുണ്ടാകാം. കാരണം ഇതൊരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു ഓളമല്ലേ അത്. അപ്പോൾ അതിൽ വേരിയേഷൻ ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം ഒരു ധ്യാനം കൂടി വരുന്ന ഒരാൾക്ക്, ഇപ്പം അച്ഛൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണല്ലോ, ധ്യാനം കൂടി വരുന്ന ഒരാൾക്ക് പിന്നെ ഒരു ആവേശമാണ്. ഈശോയെ ഞാൻ കണ്ട, ഞാൻ തൊട്ട, അച്ഛൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഈശോയെ കൊടുക്കാൻ. ആ ഒരു ദാഹത്തിന് അതിനൊരു പക്വത വരുന്ന ആവശ്യമാണ് നല്ലതാണ്. കാരണം എല്ലാവർക്കും ആ പറയുന്ന മാതിരി ഉടനെ ചാടി ഓടി പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് ഹിസ് ഓൺ ടൈം, കർത്താവിൻ്റെ സമയം വരെ കാത്തിരിക്കുക. സെയിൻറ്റ് പോളിന് അസാധാരണമായ ദർശനാനുഭവം ഉണ്ടായി. പക്ഷെ പുള്ളി 2-3 കൊല്ലത്തേക്ക് അറേബ്യയിൽ അടയിരിക്കുകയായിരുന്നു പറഞ്ഞത് അല്ലേ, എന്നിട്ടാണ് പുറത്തിറങ്ങിയത്. അത് കഴിഞ്ഞ് ആ ശക്തമായ അതേക്കുറിച്ച് പറയുന്നതാണ് 25,000 കിലോമീറ്റർ നടന്നു എന്നാണ് പറയുന്നത്. യാത്രയെ കുറച്ച് കപ്പലാകാം, വെള്ളത്തിലാകാം, പക്ഷെ കാൽനടയായിട്ടാണ്. പാത്തികൃഷ്ണതയുണ്ട്. ഈശോയുടെ ഹൃദയം, സാവൂളിൻ്റെ ഹൃദയം, പൗലോസിൻ്റെ ഹൃദയം എന്ന് പറയത്തക്കവണ്ണം താതാത്മ്യം വന്നില്ലേ. അദ്ദേഹത്തെ ഒരു അസാധാരണമാണ്. ഫ്രാൻസിസ് അസീസി ഇതുപോലെ മറ്റൊരു രീതിയിലല്ലേ. അല്ല, അപ്പോൾ ആ ഒരു തീഷ്ണത കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ അനുഭവത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. അത് മങ്ങിപ്പോകാൻ പാടില്ലല്ലോ. മങ്ങിപ്പോകാൻ മേല. അതിൽ മങ്ങലുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ. പ്രകാശം കൊടുക്കും തോറും ഏറിയിടുന്ന് പറഞ്ഞ മാതിരിയിൽ ഈ ദിവ്യാനുഭവങ്ങൾ പകരാനുള്ള സാധ്യതയും കൂടി ഉണ്ടായാലാ, ശ്രമിച്ചാലാ, കൊടുത്താലാ വളരുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പ്രീച്ചിങ് ആവശ്യമാണ്, ഇവാഞ്ചലൈസേഷൻ ആവശ്യമാണ്, നവസുവിശേഷവൽക്കരണം. ഇതുകൊണ്ട് 2000 ആണ്ട് ഇത് തന്നെ മാർപ്പാപ്പ ക്രിസ്തു ജയന്തി 2000 ഇപ്പോഴത്തെ മാർപ്പാപ്പയും വീണ്ടും നവസുവിശേഷവൽക്കരണം. അപ്പോൾ ഇതെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ചിലത് റിപ്പീറ്റ് ചെയ്യുന്ന മാതിരി ഇരിക്കും, റീപ്രസൻറ്റിംഗ് ആണ്. ഒത്തിരി സാഹചര്യങ്ങൾക്കനുസരിച്ച് പുനരവതരണം നടത്തേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരേ മാനദണ്ഡത്തിലും ആയിരിക്കരുത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ അടയിരുന്ന് അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സാധ്യത ഇനിയും ഒത്തിരി ഒത്തിരി തലങ്ങളിലേക്ക് കരിസ്മാറ്റിക് നവീകരണം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അതിന് പക്വതയുള്ള, നേരത്തെ അച്ഛൻ ഉപയോഗിച്ച വാക്ക് തന്നെ, ഹൃദയവും ബോധ്യവുമുള്ള ധാരാളം മനുഷ്യരെ, ധാരാളം ഗ്രൂപ്പുകൾ, അതുപോലെ പുതിയ പുതിയ തലങ്ങളിലേക്ക് കരിസ്മാറ്റിക് നവീകരണം ഇറങ്ങണം. ഇങ്ങനെയുള്ള അച്ഛൻ്റെ ഈ സ്വപ്നങ്ങൾക്ക് അതിലുപരി കരിസ്മാറ്റിക് നവീകരണം അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള അച്ഛൻ്റെ വലിയ ആഗ്രഹത്തിന് ദൈവം ചെവി തരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ജൂബിലി നാളിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഉറവിടങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കിൽ അച്ഛനും ഒരു കണ്ണിയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലൂടെ അച്ഛൻ ശാലോം പ്രേക്ഷകരുടെ മുൻപിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ അനുഭവങ്ങളെ അച്ഛൻ വ്യക്തിപരമായി പങ്കുവച്ചതിനും അതുപോലെ കരിസ്മാറ്റിക് നവീകരണം കുറച്ചുകൂടി ആഴത്തിലുള്ളതാകണമെന്നുള്ള അച്ഛൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ പങ്കുവച്ചതിനും എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും ബഹുമാനപ്പെട്ട ജോസ് പാലാട്ടി അച്ഛനെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഷാജി. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ സുവിശേഷം കാരുണ്യമായി പ്രഘോഷിക്കുക. നല്ല സമറായൻ്റെ ചിത്രം ഇനി നമുക്ക് ഹൃദയങ്ങളിൽ പുതിയ വർണ്ണങ്ങളാൽ വരച്ചു ചേർക്കാം. തികഞ്ഞ പക്വതയോടെ നവീകരണ ജനതയെ പുതിയ തീരങ്ങളിലേക്ക് നയിച്ച വൈദികൻ, നിരവധി നവീകരണ ഗ്രന്ഥങ്ങളുടെ രചയിതാവ്, പ്രാസംഗികൻ, ധ്യാനഗുരു, ദൈവത്തിൻ്റെ ആത്മാവ് വാഴ്ത്തി വിഭജിച്ച് നമുക്ക് നൽകിയ വ്യക്തി, തൻ്റെ മുൻപിൽ ഉയർന്നുവന്ന സങ്കീർണങ്ങളായ തിരമാലകളെ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ദൈവരാജ്യത്തിനായി ശാന്തമാക്കിയ പുരോഹിതൻ, കേരള കരിസ്മാറ്റിക് സമൂഹം നന്ദിയോടെ നമിക്കുന്നു. ഈ വൈദികനിലൂടെ ദൈവം നൽകിയ അനന്ത കൃപകൾക്ക് മുന്നിൽ. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാടുവാനെൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാടുവാനെൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ നിനക്കായി